വചനത്തിന് ഇന്നും ശക്തിയുള്ളതാണ്. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർക്ക് തൃപ്തി വരും. പ്രിയപ്പെട്ടവരെ, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നമ്മൾ പ്രാർത്ഥിക്കണം. ഈ വചനത്തെ എടുത്തു വെച്ച് പ്രാർത്ഥിക്കണം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അവർക്ക് മാത്രമേ ദൈവത്തെ കാണാൻ കഴിയുകയുള്ളൂ എന്ന് ഇവിടെ നിന്നുകൊണ്ട് യേശു പഠിപ്പിച്ചു. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കുറിച്ച് എല്ലാ തിന്മയും കള്ളത്തരമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിക്കുവിൻ. നിങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവരങ്ങനെ തന്നെ ഉപദ്രവിച്ചല്ലോ. ഇതെല്ലാം യേശു പറഞ്ഞത് ഈ സ്ഥലത്ത് നിന്നുകൊണ്ടാണ്. യേശു പ്രസ്താവിച്ചത് ഈ ഒരു പ്രദേശത്ത് നിന്നുകൊണ്ടാണ്. ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശു കർത്താവ് തിരുവായ്മൊഴിഞ്ഞ് പറഞ്ഞ എല്ലാ വചനങ്ങളും, ഇവിടെ നിന്ന് പ്രസ്താവിച്ച എല്ലാ വാക്യങ്ങളും ഇന്നും ജീവനും ചൈതന്യമുള്ളതായി നിലകൊള്ളുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം സ്വീകരിച്ചേറ്റെടുത്തുകൊണ്ട് നമ്മുടെ കർത്താവിന് നമുക്ക് നന്ദി പറയാൻ കഴിയണം. പിതാവേ, ഞാൻ ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് നിൻ്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു. നിൻ്റെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ രക്തത്തിൽ ഞാൻ അവരെ മുദ്ര ചെയ്യുന്നു. ഞങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, ഞങ്ങളുടെ സ്വഭാവം, ഞങ്ങളുടെ ഹൃദയം, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തികൾ അങ്ങയ്ക്ക് പ്രസാദകരമായി തീരുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. നിൻ്റെ മക്കളെ ബ്ലെസ് ചെയ്യുന്നു, അടിയനെ സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.